കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആഫ്റ്റർ റെൻഡർ ആഫ്റ്റർ നെക്സ്റ്റ് റെൻഡർ എന്നുള്ളതാണ്. ഡോം അപ്ഡേറ്റ്സിനെ വെച്ചിട്ട് നമുക്ക് മാനുവലി ഡോമിനെ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് പോലെ നമുക്ക് മാനുവലി ഡോമിനെ മാനിപ്പുലേറ്റ് ചെയ്യണം, അതും ബ്രൗസർ സൈഡിൽ മാത്രം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ടെണ്ണമാണ് ആഫ്റ്റർ റെൻഡറും ആഫ്റ്റർ നെക്സ്റ്റ് റെൻഡറും. ബാക്കിയുള്ള കമ്പോണന്റ് ലൈഫ് സൈക്കിളിൽ വെച്ചിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. കാരണം അത് ഒന്നുകിൽ സെർവറിന്റെ റെൻഡറിങ് സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ റെൻഡറിന് മുമ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫങ്ഷൻസിന്റെ ഈ രണ്ട് ഫംഗ്ഷനും ആഫ്റ്റർ റെൻഡറും ആഫ്റ്റർ നെക്സ്റ്റ് റെൻഡറും എന്ന് പറയുന്നത് അത് ബ്രൗസറിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ഇത് രണ്ടും ഒരു കോൾ ബാക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഓരോ ചേഞ്ച് ഡിറ്റക്ടർ സൈക്കിളിൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് ആഫ്റ്റർ നെക്സ്റ്റ് റെൻഡർ എന്ന് പറയുന്നത് ഒറ്റ തവണ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. ആഫ്റ്റർ റെൻഡർ എന്ന് പറയുന്നത് ഓരോ ലൈഫ് സൈക്കിൾ ഇവന്റ് മാറുമ്പോഴും, ഓരോ തവണ ലൈഫ് സൈക്കിൾ ചേഞ്ച് വരുമ്പോഴും അത് എക്സിക്യൂട്ട് ആവും. വൺ ടൈം ഇനിഷ്യലൈസേഷൻ അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദിസ് ഈസ് യൂസ് ഫോർ എ വൺ ടൈം ഇനിഷ്യലൈസ്, ഒറ്റ തവണ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സ്ട്രാ APIസോ ചാർട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം, ഇനിഷ്യലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ചാർട്ടൊന്നും എക്സാമ്പിൾ യൂസ് ചെയ്യുന്നില്ല. ഇവരൊരു ചാർട്ട് എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുക അതിനകത്ത്. ഒരു റീസൈസ് ബ്രൗസർ ആഫ്റ്റർ നെക്സ്റ്റ് റെൻഡറിനകത്ത് ഒരു റീസൈസ് ഒബ്സർവറിന്റെ എക്സാമ്പിളും അവർ പറയുന്നത് കണ്ടന്റ് വാസ് റീസൈസ് ഒബ്സർവർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തൽക്കാലത്തേക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ എന്നായിരിക്കും തുടങ്ങുന്നത്. ആഫ്റ്റർ റെൻഡർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇഫ് യു വാണ്ട് ടു മാനുവലി റീഡ് ഓർ റൈറ്റ് ദ ലേഔട്ട് ഇപ്പോൾ സൈസ്, ലൊക്കേഷന് അതൊക്കെ മാനുവലി റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ ആഫ്റ്റർ റെൻഡർ ആയിരിക്കും ഉപയോഗിക്കുക. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോമുമായിട്ട് ഓരോ ചേഞ്ച് ഡിറ്റക്ഷൻ സൈക്കിൾ കഴിയുമ്പോൾ ഡോമുമായിട്ട് നമുക്ക് സിങ്ക്രണൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ റെൻഡർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എത്രയാണ് നമ്മൾ ഇതിന്റെ തിയറി പാർട്ട്. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പോവാണ്. ആഫ്റ്റർ കമ്പോണന്റിനകത്ത് കുറെ ബാക്കിയുള്ള കമ്പോണൻസ് അവിടെ കിടക്കുന്നത് അത് അവിടെ കിടന്നോട്ടെ, നമ്മൾ അതിലൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഞാൻ തൽക്കാലത്തേക്ക് ഇത് ഇത്രയാണ് കമന്റ് ഔട്ട് ചെയ്യാണ്. കമന്റ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ടിബ് എഴുതാണ്. എൻ്റെ ഇവിടെ #hello എന്ന് പറഞ്ഞിട്ട് ടെംപ്ലേറ്റ് ഓഫ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് ആഫ്റ്റർ റെൻഡറും ആഫ്റ്റർ നെക്സ്റ്റ് റെൻഡറും നമ്മൾ ഇരുന്ന് കൺസ്ട്രക്ട് നടത്താം. സോറി. ഇവിടെ ഒന്നും ഇമ്പോർട്ട് ചെയ്യാനില്ലെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ വ്യൂ ചൈൽഡ് ഡോട്ട് #hello element
ഇപ്പോൾ വ്യൂ ചൈൽഡ് ഓഫ് ഹലോ എലിമെന്റ് റഫ്. അപ്പം ആഫ്റ്റർ നെക്സ്റ്റ് റെൻഡറിൽ വന്നിട്ട് നമ്മൾ ഹലോ ഡോട്ട് നെറ്റ് എലിമെന്റ് ഡോട്ട് style dot color equals to blue എന്ന് പറഞ്ഞു കൊടുക്കുക. നമുക്ക് റിഫ്രഷ് ചെയ്തിട്ട് പുറത്ത് വന്നിട്ട് ബാക്കി എന്താണെന്ന് നോക്കാം. എന്താ എറർ എന്ന് നോക്കുകയാണ്. കൺസോൾ ലോഗ് ഓഫ് കമ്പോണന്റ് ഡോട്ട് ടി എസിൽ 38 ലൈനിൽ നേറ്റീവ് എലമെന്റ് എറർ വന്നിട്ടുണ്ട്. ഹലോ എന്ന് പറയുന്നത് ഓക്കെ സ്മോൾ ലെറ്റർ ആണ്. ഹലോ എന്ന് പറയുന്നത് ബ്ലൂ ആയിട്ടുണ്ട്. അതല്ല ലെറ്റർ വ്യത്യാസം വന്നാൽ ലെറ്റ് വ്യൂ ചൈൽഡ് ഓഫ് ഹലോ ഡോട്ട് ഹലോ എലിമെന്റ് ഓഫ് എന്ന് പറയുന്നത് ബ്ലൂ ആയിട്ടുണ്ട്. ഇനി നമ്മളുള്ളത് ആഫ്റ്റർ റെൻഡർ. ആഫ്റ്റർ റെൻഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു തവണയാണ്. ആഫ്റ്റർ റെൻഡർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടൈംസിൽ എത്ര തവണ ലൈഫ് സൈക്കിൾ ഹുക്സ് വർക്ക് ചെയ്യുന്നു അത്രയും തവണ ആഫ്റ്റർ റെൻഡറും വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കതിന് ഇവിടെ നമ്മൾ കൺസോൾ ലോഗ് ചെയ്യാൻ പോകുന്നത് ഈ എഴുതി വെച്ചിരിക്കുന്നില്ലേ നമ്മുടെ ആ this dot hello dot native element dot style dot color എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ റീഡ് ചെയ്യാം. ഇവിടെ ബ്ലൂ എന്ന് പറഞ്ഞു. ഇനി ഇത് പല ഫേസസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇവിടെ വന്നിട്ട് ഫേസ് ആഫ്റ്റർ ഫേസ് ഡോട്ട് ഏർലി റീഡ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം.
ഏർലി റീഡിൽ നമുക്ക് ബ്ലൂ തന്നെ ആയിരുന്നു. ഇവിടെ ഫേസ് ഡോട്ട് റൈറ്റ് എഴുതാം. റൈറ്റ് ആഫ്റ്റർ റൈറ്റ് എഴുതിയിട്ട് കൊടുക്കുമ്പോൾ 2 തവണയും ബ്ലൂ തന്നെയാണ് വരുന്നത്. അപ്പം ഞാനിതൊന്ന് കമന്റ് ഔട്ട് ചെയ്ത് കൊടുക്കട്ടെ. റെഡ് ആപ്ലിക്കബിൾ ആയി വരുന്നുണ്ടോന്നുണ്ട്. എറർ വരാൻ കാരണം ഇവിടെ സ്റ്റൈൽ ഈക്വൽ ടു കളർ റെഡ് കൊടുത്തപ്പോൾ ആഫ്റ്റർ രണ്ടറിൽ വരുന്ന കളർ ഇപ്പോൾ റെഡ് ആണ്. ഞാൻ ഇത് മാറ്റി നോക്കി. ആഫ്റ്റർ രണ്ടറിൽ ഒരു തവണ റെഡ് വന്നു, പിന്നെ 2 തവണ ബ്ലൂവും വന്നു. ഓരോ ലൈഫ് സൈക്കിൾ ഹൂക്ക് അനുസരിച്ചുള്ള ചേഞ്ചസ് ആണ് അവിടെ അപ്ലൈ ആയി വരുന്നത്. ഇനി ഏർലി റീഡ് മാറ്റി ഞാൻ റീഡ് മാത്രം ആക്കുകയാണ്. നോക്കിക്കുക, റെഡ് വരുന്നതേ ഇല്ല. ഏർലി റീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് റൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് റീഡ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. ഇത് റൈറ്റ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ റെൻഡർ ഗെറ്റ്സ് എക്സിക്യൂട്ട് മൾട്ടിപ്പിൾ ടൈംസ്. കണ്ടില്ലേ, 5 ടൈംസോളം അത് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ഓരോ റെൻഡർ സൈക്കിളിലും അത് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. പക്ഷേ ഈ തവണ നമ്മൾ റൈറ്റ് ചെയ്തതിന് ശേഷമാണ് റീഡ് ചെയ്തേക്കുന്നത് കൊണ്ട് ബ്ലൂ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഫേസസ് ആയിട്ടുള്ള റൈറ്റ് ഉണ്ട്, റീഡ് ഉണ്ട്, ആഫ്റ്റർ റീഡ് ഉണ്ട്, റൈറ്റ്, റീഡ്, ഏർലി റീഡ്, മിക്സഡ് റീഡ് ആൻഡ് റൈറ്റ്, റീഡ്, റൈറ്റ്, ഇത്രയും സ്പേസസ് ആണ് ഉള്ളത്. മിക്സഡ് റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്നത് ഡിഫോൾട്ട് സ്പേസ് ആണ്. റൈറ്റ് മിക്കവാറും ഇങ്ങനെ ഇതിവിടെ റൈറ്റ് ഫേസും ഇത് റീഡ് ഫേസും ആയിരിക്കും മിക്കവാറും വരിക. അപ്പം ഇത്രയാണ് ആഫ്റ്റർ റെൻഡർ ആഫ്റ്റർ നെക്സ്റ്റ് റെൻഡറിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്.